മലയോര മാങ്കുരുവി മാവിലയിൽ പാട്ടെഴുതി പാടുതയ്യ. പാടുതടി. അങ്ങനെ പാടുതയ്യാന്ന് തിരിച്ചു അതെ പാടും. ഫീമെയിൽ അത് പാടുതയ്യാന്ന് പറയും. പാടും. അത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? നമ്മളെ മലയോര മാങ്കുരുവി മാവിലയിൽ പാട്ടെഴുതി പാടുതയ്യാ மகராசனுன் வரவை ராப்பகலாயம் மனசு தேடுதையா மணமேளம் காதில் கேக்குதா மனசோடு தேனை வார்க்குதா. അതിൽ രണ്ടുപേരും കൂടെ ഭയങ്കര രസമായിട്ടാണ് മനോഹരനാണ്. എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ഇടയ്ക്ക് ചില സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചേച്ചി 89 എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇവിടുത്തെ മലയാളത്തില് രാജമണി സാറിന് വേണ്ടിയിട്ട് സ്വാഗതത്തില് 88 89 88 89 89 പാട്ട് പുറത്തു വന്നതെന്നാണ് ചില സ്ഥലത്ത് കിടക്കുന്നത്. വേണുനാഗവള്ളി സാറാണോ ശരിക്കും വിളിക്കുന്നത്? അതെ, രാജമണി സാറ് ട്രാക്ക് പാടാൻ വിളിച്ചപ്പോൾ വേണുനാഗവള്ളി സാറിനൊന്നും എന്നെ അറിയേയില്ല. എന്നെ വിളിച്ചത് രാജമണി സാറാണ്. അതായത് CSE സ്റ്റുഡിയോയിൽ ഞാൻ പാടിയിരുന്ന ഓർക്കസ്ട്രയുടെ സ്റ്റുഡിയോ ആണ് CSE. അപ്പോൾ അവിടെ വരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അവിടുത്തെ ഡയറക്ടറായിരുന്ന മൈക്കിൾ അച്ഛൻ എന്നെക്കുറിച്ച് പറയാറുണ്ട്. അവിടെ ആര് വന്നാലും അച്ഛൻ എന്നെക്കുറിച്ച് പറയും. അത്രയും എന്നെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. ഞാൻ ഉയരണം എന്നൊരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ട ഒരു അച്ഛനാണ്. ചിദംബരനാഥ് മാസ്റ്ററും രാജമണി സാറും കൂടി ഒരു ആൽബം തന്നെ അച്ഛൻ പാട്ടുകൾ ചെയ്തു. ഓർക്കസ്ട്രേഷൻ രാജമണി സാറാണ്. അപ്പോൾ ആ റെക്കോർഡിങ്ങിന് എന്നെ ട്രാക്ക് പാടാൻ വിളിച്ചു. 10 പാട്ടുകളുണ്ടായിരുന്നു. ചിത്ര ചേച്ചിക്ക് വേണ്ടിയായിരുന്നു അത്. അപ്പം ചിദംബരനാഥ് സാറിനെ പോലെ ഒരു വലിയൊരു സംഗീതജ്ഞനോടൊപ്പം വർക്ക് ചെയ്യുക. 2 ദിവസമായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ 5 പാട്ട് അങ്ങനെ 2 ദിവസം കൊണ്ട് പാട്ടുകളെടുത്തു. അപ്പോൾ അവർക്കും എന്നോടൊരു പ്രത്യേക വാത്സല്യമായിരുന്നു. മോള് തിരുവനന്തപുരത്ത് വരെ വന്ന് പാടുമോ, അവിടെ ഒരു പടത്തിൻ്റെ വർക്കുണ്ട്, അപ്പോൾ ചിത്ര ചേച്ചിക്ക് വേണ്ടി ട്രാക്ക് പാടാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് അപ്പച്ചനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ CSE സ്റ്റുഡിയോയിൽ രാവിലെ എന്നെ അപ്പച്ചനെ അവിടെ കൊണ്ടുവന്ന് വിടും. അവിടെ ഒരു റീത്താമ്മ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ എന്താ പറയുക, എന്നെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവിടെ ഒരു വീട് പോലെ തന്നെ ധൈര്യമാണ്. ആ സ്റ്റുഡിയോയിൽ എന്നെ വിട്ടിട്ട് അപ്പച്ചൻ ജോലിക്ക് പോകും. രാത്രി വന്ന് എന്നെ കൂട്ടിയിട്ട് പോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ അപ്പച്ചൻ വരുമ്പോൾ ചോദിക്കാം എന്ന് പറഞ്ഞു സാറ്. അപ്പച്ചൻ വന്നു ചോദിച്ചപ്പോൾ അപ്പച്ചൻ ആദ്യം തന്നെ അയ്യോ സാർ അത് എന്നുവെച്ചാൽ 5 ദിവസമൊക്കെ ലീവ് കിട്ടില്ല അപ്പച്ചന് അടുപ്പിച്ച്. അപ്പോൾ പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. നോ തന്നെ പറഞ്ഞു, വേറെ ആരെങ്കിലും സാറ് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ വായിച്ചിരുന്ന മ്യൂസീഷ്യൻസ് PR മുരളിച്ചേട്ടൻ, ചിറ്റൂർ ഗോപിച്ചേട്ടൻ, ലിപ്സൺ ചേട്ടൻ, അങ്ങനെ കുറേ പേര്, അവരൊക്കെ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു അപ്പച്ച ഇത് പോകണ്ടെന്ന് വെക്കല്ലേ, മോളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും, ഇത് സിനിമയുടെ റെക്കോർഡിംഗ് ആണ്, അത് കാസറ്റ് അല്ല. അങ്ങനെ അവരുടെയൊക്കെ നിർബന്ധം കൊണ്ട് അപ്പച്ചൻ ശരി എന്നാൽ പോകാം. അങ്ങനെ ഞങ്ങളവിടെ പോയി. അങ്ങനെയാണ് സ്വാഗതം പടത്തിന് വേണ്ടി. അയ്യോ അത് എന്താ പറയുക, ഇപ്പോൾ രാജാസാറിൻ്റെ കൂടെ റെക്കോർഡിങ്സിന് ഇവിടെ വായിക്കുന്ന മ്യൂസീഷ്യൻസ് കുറച്ച് പേര് അന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആരും അറിയില്ല, അവർക്കും എന്നെ അറിയില്ല. പിന്നെ വേണുനാഗവള്ളി സാറ്, ബിച്ചു തിരുമല സാറ്, MG രാധാകൃഷ്ണൻ സാറ്, MG ശ്രീകുമാരേട്ടൻ, G വേണുഗോപാലേട്ടൻ, പട്ടണക്കാട് പുരുഷോത്തമൻ സാറ്, ജഗന്നാഥൻ സാറ്, ഓമനക്കുട്ടി ടീച്ചർ. ചേച്ചി അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കാനുള്ള, ആ പാട്ടിൽ അക്കരെ നിന്നൊരു കൊട്ടാരത്തിൽ MG ശ്രീകുമാർ MG രാധാകൃഷ്ണൻ സാറും പാടിയിട്ടുണ്ടല്ലേ? ഭയങ്കര രസമാണ്. അക്കരെ നിന്നൊരു കൊട്ടാരം ഭയങ്കര ഹൈ പിച്ചിലാണ്, കപ്പലുമായി വരുന്നേ, കപ്പൽ പോലെ വരുന്നേ. ശരിക്കും എനിക്ക് ഭയങ്കര കോൾഡായിരുന്നു. ആ ശബ്ദം കോൾഡിന്റെ ശബ്ദമാണ്, അക്കരെ നിന്ന് കൊട്ടാരമല്ലേ. അപ്പൊ അങ്ങനെ പാടിയെങ്കിലും എനിക്ക് അത്ര ഒരു തൃപ്തി ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഒരു സുഖമുള്ള ഒരു ഇതിലല്ലല്ലോ പാടിയത്, പിന്നെ ട്രാക്കല്ലേ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു ഉള്ളില്. പാട്ടിനെ സംബന്ധിച്ച് അത്രയും ഞാൻ ചിന്തിക്കണുള്ളൂ. എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വിഷമിക്കും. അതല്ലാതെ ഇത് വേറെ ആള് പാടും,
എൻ്റെ പാട്ട് വരില്ല, അതൊന്നും എൻ്റെ ചിന്തയില്ല, ചിന്തയിലില്ല. പാടുന്നത് നന്നായി അതെ പാടുക. അതെ. അപ്പം അതൊക്കെ പാടി കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ആണ്. മിനിമോളുടെ പാട്ട് ഞങ്ങൾ മാറ്റണില്ല, അപ്പച്ച ഈ ശബ്ദം തന്നെ ആയിരിക്കും സിനിമയിൽ വരണത്. അപ്പം അപ്പച്ചൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്കങ്ങനെ കരച്ചിലൊന്നും വന്നില്ല, സന്തോഷം തോന്നി, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതിനെ മറികടന്ന് ചിന്തിക്കാനുള്ളൊരു പ്രായവും പ്രാപ്തിയും ഒന്നും അന്നില്ല. സിനിമ എന്താണെന്ന് എനിക്കറിയില്ല. അർജുന മാഷിനെ അറിയാം, രാഘവ മാഷിനെ അറിയാം, പെരുമ്പാവൂർജി സാറിനെ അറിയാം. അവരുടെയൊക്കെ റെക്കോർഡിങ്സിനാണ് ഡെയിലി ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരൊന്നും ഇത്രയും എന്താ പറയാ മഹത് വ്യക്തികളാണ് എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അപ്പച്ചനെ പോലെ അത്രേ ഉള്ളൂ. എന്നോട് അവര് അങ്ങനെ തന്നെയാണ് പെരുമാറുക. ഈ സ്വാഗതത്തിൽ അക്കരെ നിന്നൊരു കൊട്ടാരം ഹിറ്റായില്ല, പക്ഷെ മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവ എന്ന് പറയുന്നത് ഒരു പക്ഷേ വേണുഗോപാലിന്റെ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഇന്നും പറയുന്ന പാട്ടുകളിൽ ഒന്നാണ്. അത് എല്ലാവരും ഉണ്ടായിരുന്നു റെക്കോർഡിങ്ങിന്. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ? അതിന്റെ കോറസ് ഒക്കെ അമ്മലയിൽ അതൊക്കെ ഭയങ്കര ചേട്ടൻ മണികണ്ഠൻ എന്നാണ് ആ ചേട്ടന്റെ പേര്. അതൊക്കെ ഹിറ്റായിരുന്നു. ഭയങ്കര സുഖമുള്ള പാട്ടാണ്. അടിപൊളിയാണ്. ചേച്ചിയുടെ പാട്ടുകളിൽ, മലയാളം പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് കുറേ ക്രൈറ്റീരിയസ് വെച്ചിട്ട് ഞാൻ 3-4 എത്തിയിട്ടുണ്ട്. ഊഞ്ഞാലുറങ്ങിയും നീലരാവിൽ ഇന്നും നിൻ്റെയും മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ചർച്ചയില്ല. അതിൽ നീലരാവിൽ ഇന്ന് നിൻ്റെ ഒരുപക്ഷെ മലയാളികളുടെ മനസ്സിലെ ഏറ്റവും ടോപ്പ് പാട്ടുകളിൽ ഒന്നും കൂടെയാണ്. അപ്പോൾ അങ്ങനെയും കൂടെ ഉള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ പാതിരാവായി നേരം എന്ന് പറയുന്ന പാട്ട് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊക്കെ ഭയങ്കരമായിട്ട് കയറിപ്പോയതാണ്. കാരണം ആ സിറ്റുവേഷൻ അറിയാമല്ലോ, കനക ഭയങ്കര ഗംഭീരമായിട്ട് പാടുന്നതാണ്. അത് ആ സിറ്റുവേഷൻസ് ആ സിനിമയിലെ ഭയങ്കര കോർ എലമെന്റ്സ് ആണ്.